വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. മ്യാൻമറിൽ അരക്കൻ ആർമിയും മ്യാൻമർ സൈന്യവും കൂടെ അതിഭീകരമായിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ആഭ്യന്തര യുദ്ധം നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇതിന് ഒരു അവസാനം ഇപ്പോൾ ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മ്യാൻമർ സൈന്യം പരാജയപ്പെടുന്ന ആ ഒരു വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്നും ഇപ്പോൾ നമുക്കൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശിൽ അതിർത്തിയിലുള്ള ഏകദേശം 17 ജില്ലകൾ, 17 ഗ്രാമങ്ങളടക്കം ഈ അരക്കൻ ആർമി പിടിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് അരക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മ്യാൻമറിൽ ഈ സൈനികരുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോഴുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമാണ്. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ചൈനയ്ക്ക് അവിടെ കോക്ഫ്യൂ തുറമുഖമുണ്ട്, ഇന്ത്യക്ക് മറ്റൊരു തുറമുഖമുണ്ട്. ആ തുറമുഖത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾക്ക് നമ്മുടെ നിക്ഷേപങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവും വരില്ല എന്നാണ് ഇവര് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോ വലിയൊരു മാനുഷിക പ്രതിസന്ധി അടക്കം മ്യാൻമറിൽ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഖൈൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതായത് മ്യാൻമറിനെ പിരിച്ച് രണ്ടാക്കണം. ഒന്ന് അരക്കൻ ആർമി ഭരിക്കുന്നതും പിന്നെ മ്യാൻമറും ആക്കി മാറ്റണം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ തലവേദന കിട്ടാൻ പോകുന്നത് ബംഗ്ലാദേശിനാണ്. കാരണം ഈ റഖൈൻ സ്റ്റേറ്റ് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഈ അരക്കൻ ആർമി എത്തിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോക്സ് ബസാർ അരക്കൻ ആർമിയുടെ കയ്യിലായി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോ ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങൾ ഇവിടെയുള്ള റോഹിംഗ്യൻസിന്, അതായത് 1.3 ദശലക്ഷം റോഹിംഗ്യൻസ് ബംഗ്ലാദേശിലുണ്ട്, അവരെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ പൗരന്മാരായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അങ്ങനെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് ഭക്ഷണ വസ്തുക്കളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് ബംഗ്ലാദേശ് ഭരണകൂടം മുടിഞ്ഞുപോയി എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ബംഗ്ലാദേശ് വേറൊരു വലിയ വെല്ലുവിളി നേരിടുന്നത് നമ്മുടെ നാട്ടിലെ വോട്ടർ ID അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ബിജുചേട്ടൻ പറഞ്ഞ പോലെ ഏകദേശം 25 to 65 ലക്ഷം ബംഗ്ലാദേശികളെയാണ് നമ്മൾ പിടിച്ചപ്പോൾ പുറത്താക്കാൻ പോകുന്നത്. അവിടെ അങ്ങനെ ഒരു ഭീഷണി ബംഗ്ലാദേശ് നേരിടുന്നുണ്ട്. എന്തായാലും ഈ അരക്കൻ ആർമി ഈ മ്യാൻമറിനെ രണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ട്. സൈനികരെയൊക്കെ, അതായത് ഈ റോഹിംഗ്യൻസിനെ അതിഭീകരമായിട്ട് കൊന്നൊടുക്കി കൂടുതൽ ആൾക്കാരെ അരക്കൻ ആർമി തങ്ങളുടെ ആ ഒരു സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിനൂതനമായിട്ടുള്ള ആയുധങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ അവിടുത്തെ നിക്ഷേപങ്ങളെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? അത് പ്രശ്നമൊന്നുമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് ചൈനയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നമ്മളിത് ബാധിക്കുക? ബംഗ്ലാദേശിന്റെ ഗതി എന്തായിരിക്കും? കാരണം ഇപ്പോ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് ടൈപ്പ് ആണെങ്കിലും അവരുടെ ബന്ധം ഇന്നൊന്ന് ഉലഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പുറത്ത് മ്യാൻമറിന് ഇവിടെ തൊട്ടടുത്ത റഖൈൻ സ്റ്റേറ്റിൽ അരക്കൻ ആർമി കൂടെ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇന്ത്യയാണ്. അപ്പൊ 4 സൈഡും ബംഗ്ലാദേശിന് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി ബംഗ്ലാദേശിനുണ്ടാകും. എന്താ തോന്നുന്നത്? ഇതിപ്പം ഈ ഡിസംബറോട് കൂടി ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ ഈ വടക്കിഴക്കൻ മേഖലയെ സംബന്ധിച്ച്, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളല്ല, അതിനപ്പുറം ബംഗ്ലാദേശും ഒക്കെ ഒരു തീരുമാനത്തിൽ നമ്മൾ പറയില്ലേ, ഒരു തീരുമാനമാകും എന്ന് പറഞ്ഞു. കാരണം ഒക്ടോബർ നവംബർ മാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ അരക്കൻ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തനുഷ് സൂചിപ്പിച്ചതുപോലെ റിക്രൂട്ട്മെന്റും മറ്റുമൊക്കെ അവർ നടത്തുന്നത്. ഡിസംബറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് മ്യാൻമാറിന്റെ ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ നടത്തി കഴിച്ചാൽ എല്ലാവർക്കും ഒരു തീരുമാനമാകുമല്ലോ എന്നൊക്കെയാണ് കരുതുന്നത്. ശരിയാണോ ആകണമെന്നില്ല. ബംഗ്ലാദേശിലും ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ടു പോകുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. ഇതിപ്പോൾ ഈ അരക്കൻ ആർമി റഖൈൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് പിടിക്കാൻ നടത്തുന്ന ഈ നീക്കം 17 പട്ടണങ്ങളിൽ 14 അവർ കൈവശപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഇവർ 3 പട്ടണങ്ങൾ കൂടിയേ ഉള്ളൂ. വലിയ പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇന്ത്യക്കും ചൈനയ്ക്കും 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങളുണ്ട്. ഒന്ന് ഈ ചൈനയുടെ കുഫ്വേ തുറമുഖവും ഇന്ത്യയുടെ സിപ്പെ തുറമുഖമുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ടിരിക്കും. കലാധർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റാണ്. അതായത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഈ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇംഗമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഹൃദയമായി മാറുന്നത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിരിക്കും. കാരണം നാളെ ഇതുവരെ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇൻകം, വലിയ രീതിയിലുള്ള കാർഷിക ഉൽപാദനം നടക്കുന്ന മേഖലകളാണ് അതൊക്കെ.
പക്ഷെ അതുപോലെ തന്നെ ഈ പിന്നെ ഖനനങ്ങൾ മൂലം റയർ മെറ്റൽസ് പോലും ഉള്ള അനവധി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മേഖലയ്ക്ക് മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമ്മുടെ ഭരണാധികാരികൾ മുൻപിരുന്നവരൊന്നും വികസിപ്പിക്കാതിരുന്നത് കൊണ്ട് ഒരു വികസനം അവിടെ നടന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം നമ്മളുടെ ഈ 7 സഹോദരിമാരും സഹോദരനും 8ാമത് സഹോദരനും സിക്കിമും കൂടെ ചേർന്നുകൊണ്ട് ഒരു വലിയ നേട്ടം ഇന്ത്യക്ക് സമ്പാദിക്കാൻ പോകുന്നു ഇവിടെ. അതിന്റെ ഭാഗമായി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അതിനുശേഷം റബ്ബർ പ്ലാന്റേഷൻ ഉൾപ്പെടെ അസാമിലും മറ്റും വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയത് വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ. അതായത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ പ്രൊഡക്ഷൻസും ഈ ഖനനം ചെയ്ത് കിട്ടുന്നതുമെല്ലാം ഈ കലാദർ എന്ന് പറയുന്ന ഈ റോഡ് പ്രൊജക്ട് വഴി, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഇന്റർനാഷണൽ പാത, അത് ചെന്ന് അവസാനിക്കുന്ന ഈ സ്പിറ്റ്വേ തുറമുഖത്തിലാണ്. ഈ സ്പിറ്റ്വേ തുറമുഖത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ വഴി അത് ലോകത്തിന്റെ കിഴക്കൻ ഏഷ്യയിലുള്ള രാജ്യങ്ങളിലേക്കും ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കും ഇല്ല യൂറോപ്പ് കണക്കുള്ള രാജ്യങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വഴിയായിട്ട് അത് മാറും. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വേറൊരു കപ്പൽച്ചാലിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ നോർത്ത് സീ റൂട്ടിനെ കുറിച്ച് NSRനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ആ റൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ പറ്റും. അതായത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അറേബ്യൻ സീ വഴി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരിച്ച റിസ്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇത് നമ്മുടെ വലിയ പ്രൊജക്റ്റാണ് എന്ന് പറയുന്നത്. ഇത് പ്രൊജക്റ്റ് അല്ല, ആക്ച്വലി ഇതിന്റെ പണി ഏകദേശം തീർന്നു കഴിഞ്ഞു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള കൂടെയുള്ള പാതയുടെ പണി കഴിഞ്ഞു. അത് നമ്മൾ വലിയൊരു വാർത്തയൊക്കെ ചെയ്തിരുന്നു അന്ന്. എന്താണ് ഈ വന്ന് അതിർത്തിയും കഴിഞ്ഞിട്ട് പോകുന്നുള്ള ആ പാത അങ്ങനെ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് നിൽക്കുന്നത്. ഈ സ്പിറ്റ്വേ തുറമുഖം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി. അതിൻ്റെയും ഏതാണ്ട് പണി തീർന്നു കഴിഞ്ഞു. ഇത് എന്താ പറയുന്നത്, ഏതാണ്ട് ഒരു ഫംഗ്ഷൻ ആകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടേത്. കുഫി തുറമുഖം എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ബെൽറ്റ് ആൻഡ് റോഡ് വഴി ചൈനയിൽ നിന്ന് ഇവിടെ സാധനം എത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടൽ വഴി അവർക്ക് വ്യാപാരം ചെയ്യാം. അപ്പൊ രണ്ടു രാജ്യങ്ങൾക്കും ഈ ഒരു പ്രദേശം, ഈ റഖൈൻ പ്രദേശം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. ഒപ്പം തന്നെ ബംഗ്ലാദേശിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശം, കാരണം ബംഗ്ലാദേശിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ തന്നെ അവിടെ ഉണ്ട്. അവരെ 7.5 ലക്ഷം പേരായിരുന്നു. ഇത് നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ മുമ്പ് നമ്മളെല്ലാം കൂടുതൽ ബംഗ്ലാദേശിന്റെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഈ അരക്കൻ ആർമിയുടെ ഈ ആക്രമണത്തിൽ 7.5 ലക്ഷത്തോളം റോഹിംഗ്യകൾ ഈ ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പലായനം ചെയ്തിരുന്നു. അപ്പോ അതിനുശേഷം ബംഗ്ലാദേശ് ചില കളികൾ കളിച്ചവിടെ. കാരണം അമേരിക്കയുടെ വിമാനമൊക്കെ വന്നത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും അത്. അമേരിക്കയുടെ വലിയ ഒരു ചരക്ക് വിമാനം വന്നു, എന്താണ് സംഭവിക്കുന്നത്. അതായത് ഈ ഐക്യരാഷ്ട്ര സഭ പറഞ്ഞു ഈ റഖൈൻ പ്രദേശത്ത് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, വലിയ രീതിയിൽ ദാരിദ്ര്യമുണ്ട്. അതായത് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കം വലിയ ദാരിദ്ര്യത്തിലുള്ള ഭക്ഷണം കിട്ടിയിട്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന വ്യാജേന അമേരിക്ക ഇവിടെ പിടിമുറുക്കാനായി കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഈ ബംഗാൾ ഉൾക്കടലിലുണ്ട്. കാരണം അവിടെ ഒരു സൈനിക താവളം വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അത് ബമ്പർ അടിക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു സൈഡിൽ ഇന്ത്യ, ഒരു സൈഡിൽ ചൈന, ഈസി ആയിട്ട് കിട്ടും. അപ്പം യുഎസിനെ പിടിച്ചുകൊണ്ട് ഇതിനുള്ളൊരു നീക്കമാണ് കുറച്ചു നാൾക്ക് മുമ്പ് ഈ ചരക്ക് വിമാനം വന്നതും ഇവിടെ ഇതെത്തി. ഇതിന്റെ അപകടം നന്നായി മനസ്സിലാക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. കാരണം എന്തെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയ്ക്ക് അവിടെ ഇടപഴകാൻ വന്നാൽ, കാരണം അവരുടെ വാർഷിപ്പുകൾ വന്നാൽ പിന്നെ ഒരിക്കലും അവിടെ ഇത് പോകില്ല. ഇത് 2 രാജ്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിലാണ് ഈ അരക്കൻ ആർമി മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷെ ഇതിനകത്തൊരു വലിയ അപകടം കൂടിയുണ്ട്. കാരണം ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരക്കൻ ആർമി ഈ സ്റ്റേറ്റ് പിടിച്ചെടുത്തുകൊണ്ട് മ്യാൻമാർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു രാജ്യം പോലെ മുമ്പോട്ട് പോകേണ്ടതായി വരും. അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യക്കായാലും ചൈനക്കായാലും ഒക്കെ തന്നെ നാളെ അരക്കൻ ആർമിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരിപ്പോ നമുക്ക് സപ്പോർട്ടീവ് ആണ്, സ്പിറ്റ്വേ തുറമുഖം ഒന്നും ചെയ്യില്ല, ഞങ്ങളുടെ അണ്ടറിൽ ഞങ്ങൾ വെച്ചോളാം സുരക്ഷിതമായെന്ന് പറയുന്നു. കുഫി തുറമുഖത്തെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ വെച്ചോളാം എന്ന് പറയുന്നു. ഇപ്പോഴിതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. ഇതിന്റെ കാര്യങ്ങൾ മാറി മറിയാനൊക്കെ സമയം വേണ്ടി വരില്ല. കാരണം ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിന് മുമ്പോട്ട് എങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് ഈ അരക്കൻ ആർമീസ്. കാരണം അവരെ ഈ അൽഖ്വയ്ദ പോലെയുള്ള സംഘടനകളും ISIS പോലുള്ള സംഘടനകളും ഒക്കെ ഭീകര ഗ്രൂപ്പുകളാക്കി മാറ്റി ഈ
അരക്കൻ ആർമിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്നുണ്ട്. ബംഗ്ലാദേശാണ് അതിന് ട്രൈ ചെയ്യുന്നത്. ഇതും നമ്മൾ കുറച്ചുനാൾ മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ തന്നെ ISISന്റെയും ഒക്കെ മേധാവിമാരും, അതായത് ഈ ഭീകര സംഘടനകളുടെ മേധാവിമാരും സൈന്യത്തിന്റെ മേധാവിമാരും ഒക്കെ വരുന്നു. അവർ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ബോർഡർ, ഈ അരക്കൻ ആർമിയുടെ മ്യാൻമാർ ബോർഡറിലൊക്കെ അവർ പോകുന്നു എന്ന് പറയുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെ നിന്ന് ഇവന്മാരെ വിളിച്ചോണ്ട് വരിക ചെയ്തത് ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ. എന്നിട്ട് അവരാണ് ഈ റോഹിംഗ്യകൾക്ക് ഇടയിൽ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട്, മുമ്പ് നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു, കാശ്മീരിനെ കൂടാതെ പിന്നെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ ഭീകര ഗ്രൂപ്പ് ഈ റോഹിംഗ്യകളെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇന്റർനാഷണൽ ഈ നയതന്ത്ര വിദഗ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റോഹിംഗ്യ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് തന്നെ തിരിച്ചടിയാകും. കാരണം അവർക്കൊരു സായുധ കലാപം നടത്തി അരക്കൻ ആർമി ഒന്നും മറികടന്നോ ഇല്ല മ്യാൻമാർ പിടിച്ചെടുക്കാനോ കഴിയില്ല. അതിന്റെ ഒരു ചെറിയ പ്രദേശം പോലും പിടിച്ചെടുക്കാൻ കഴിയില്ല. പകരം മ്യാൻമാർ ജനത ഒന്നടങ്കം ഇവർക്ക് എതിരെ തിരിയും. ഇപ്പൊ അരക്കൻ ആർമിയാണ് ഇവരെ കൊല്ലുന്നെങ്കിൽ ജുണ്ടാസും മറ്റുള്ള വിഭാഗങ്ങളും കൂടി ഇവരെ വകവരുത്തേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പോഴത്തെ ഒരു ഇന്നലെ ബംഗ്ലാദേശിന്റെ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് അല്ല, അവിടെ നടന്നൊരു സംഭവമാണ്. ആ സംഭവം ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. വളരെ കൗതുകരമാണ്. കാരണം കഴിഞ്ഞ ദിവസം ധാക്കയില്, ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയില് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി എത്തിയിരുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവും എത്തിയിരുന്നു. ഇവരുടെ ചർച്ചയ്ക്കിടയിൽ കുറെ കരാറുകൾ ഒപ്പിടാനാണ് വന്നത്. കരാറൊക്കെ ഒപ്പിട്ടു. അപ്പോൾ ആ ചർച്ചയ്ക്കിടയിൽ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു, 1971 ആയിരുന്നല്ലോ ഈ ബംഗ്ലാദേശ് യുദ്ധം. ആ സമയത്ത് ഞങ്ങളുടെ പൗരന്മാരെ കൊന്നതിന് നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം പാകിസ്ഥാനോട് പറഞ്ഞു. ഒരു ഡിമാൻഡ് അതാണ്. രണ്ടാമത്തെ ഡിമാൻഡ് 1970 ഒരു വലിയ ചുഴലിക്കാറ്റ് പാകിസ്ഥാനിൽ അടിച്ചിരുന്നു. അന്ന് ഈ അവിഭക്ത പാകിസ്ഥാനാണ്, ഈ കിഴക്കും പടിഞ്ഞാറുമുള്ള പാകിസ്ഥാനില്ല, അവിഭക്ത പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് ഒരു വിദേശ ഫണ്ട് ലഭിച്ചിരുന്നു. അപ്പൊ ഈ പൈസ കിട്ടി വന്നത് 70 ഈ കൊടുങ്കാറ്റാണെങ്കിൽ 71 കഴിഞ്ഞപ്പോഴാണ് പൈസ കിട്ടി വന്നത്. അപ്പൊ അതിന്റെ അവകാശികൾ, അതിന്റെ ഷെയർ ബംഗ്ലാദേശിനും കിട്ടേണ്ടതാണ്. അന്ന് ബംഗ്ലാദേശ് അല്ലായിരുന്നു, ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. രണ്ടാകുമ്പോൾ ഷെയർ പിരിച്ച് കിട്ടണമല്ലോ. ഈ രണ്ട് ഡിമാൻഡ് ബംഗ്ലാദേശ് മുൻപോട്ട് വെക്കുന്നു എന്നുള്ളതാണ് വിചിത്രം എന്ന് തോന്നുന്ന ഒരു കാര്യം. അതെന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് അങ്ങനെ മുൻപോട്ട് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ചൈന കുറച്ചുകൂടി സൗഹാർദ്ദത്തിൽ പോവുകയും ഈ റഖൈൻ പ്രദേശത്ത് അരക്കൻ ആർമി പിടിമുറുക്കുകയും കൂടെ ചെയ്യുമ്പോൾ, ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ചുറ്റോട് ചുറ്റു കിടക്കുന്നവരെല്ലാവരും തന്നെ ബംഗ്ലാദേശിന്റെ മൂവ്മെന്റ് ആണ് ഉറ്റുനോക്കുന്നത്. അവിടെ ബംഗ്ലാദേശ് കൈവിട്ടൊരു കളി അമേരിക്ക കൊണ്ടിരിക്കുകയോ ഇല്ലെങ്കിൽ ഈ പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പണി പാളുമോ എന്നൊരു ഡൗട്ട് യുഎസിനുമുണ്ട്. ഏതായാലും അരക്കൻ ആർമിയുടെ ഇപ്പോഴത്തെ നീക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസത്തില് വലിയൊരു സായുധ കലാപത്തിന് അവർ കോപ്പ് കൂട്ടുന്നു. ഒപ്പം തന്നെ ഡിസംബർ ആകുമ്പോൾ മ്യാൻമാർ സർക്കാർ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പറയുന്നു. ഏതായാലും ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറയുന്ന ഈ 3 മാസക്കാലം ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ഡിസംബർ ആകുമ്പോഴത്തേന് എല്ലാം ഒന്ന് കലങ്ങി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതാ പറഞ്ഞത്, വലിയ ഒരു സംഘർഷ സാധ്യതയാണ് അവിടെ നിലകൊള്ളുന്നത്. ലോകം മുഴുവനുള്ള സംഘർഷത്തിന്റെ അലയൊലികൾ നമ്മുടെ കിഴക്ക് ഭാഗത്തും ഉണ്ടാകും. അതാണ് ഇന്ത്യൻ സേന കുറെ നാളുകളായിട്ട് നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ, ബംഗ്ലാദേശ് തൊട്ട് ഈ വടക്കിഴക്കൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും തീസ്ത പ്രഹാർ പോലെയുള്ള സൈനികാഭ്യാസം നടത്തുന്നതും. ഒപ്പം തന്നെ 2 മുഖങ്ങൾ നമ്മൾ തുറക്കും, ഇല്ലെങ്കിൽ നമുക്ക് എതിരിടേണ്ടത് 2 ശത്രുക്കളെയാണെന്ന് പറയുന്നതുമൊക്കെ ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു ആംഗിൾ തന്നെ വേണം നമുക്ക് കാണാൻ.